കുഞ്ഞാവേ ഹായ് പറഞ്ഞേ. ഹായ് ഹായ് പറയൂ കുഞ്ഞാവേ. ഹായ്. ഒച്ച പറയൂ. പറയൂ. ഹായ്. കുഞ്ഞാവൊക്കെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ? കൊറേ എണ്ണക്കുപ്പികൾ നിരത്തി വെച്ചു. അതെ. ഓർഡർ നമുക്ക് കൊറിയർ അയക്കാണ്ട് അപ്പൊ അതൊക്കെ കൊണ്ടാട്ടങ്ങളൊക്കെ ഉണ്ട്. അതെ. അപ്പൊ അതിന്റെയൊക്കെ തിരക്ക്, നമ്മളെ തിരക്കുകളുടെ ഇടയിൽ കൂടെ ഈ ഒരു തിരക്കും അടുക്കള പണിയുടെ ഇടയിൽ കൂടെ. അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം. കൊണ്ട് ആവശ്യമുണ്ട്. അപ്പൊ ഏതായാലും കൊറിയർ അയച്ചിട്ട് അങ്ങനെ പോവും ചെയ്യാം. ശരിയാ. പിന്നെ മക്കളോട് മുത്തശ്ശിക്ക് നല്ലൊരു സന്തോഷ വാർത്ത പറയാണ്ട് കേട്ടോ. പറഞ്ഞോളൂ. മുത്തശ്ശിക്ക് മക്കളോട് നല്ലൊരു സന്തോഷ വാർത്ത പറയാണ്ട്. എന്താ വെച്ചാ മുത്തശ്ശി പഠിച്ച LP സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘം നടത്തുന്നുണ്ട്. അതിന്റെ ഒരു മെസ്സേജ് മുത്തശ്ശിക്ക് വന്നു. അപ്പൊ എന്താ സന്തോഷം പറയാൻ വയ്യ. അമ്മയുടെ സന്തോഷം ഇന്നലെ ഗ്രൂപ്പിൽ തന്നെ ആയിരുന്നു മുത്തശ്ശി. നോക്കുക അറിയോ ചിലര് ഇപ്പോഴത്തെ ഹെഡ്മാസ്റ്റർ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ചിലവര് പറയുന്ന ചില പിന്നെ വിദ്യാർത്ഥികളായിട്ട് വന്നിട്ട് പറഞ്ഞു പിന്നെ ചില മാഷന്മാര് മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഞാനും പറഞ്ഞു ഒരു നമ്പീശ മാഷ് ഉണ്ടായിരുന്നു, അവര് മരിച്ചു. പിന്നെ ഒരു അപ്പുമാഷുണ്ടായവര് ചിലരൊക്കെ മരിച്ചു പോയവരുണ്ട്. പിന്നെ അങ്ങനത്തെ ചില കുട്ടികളുടെ ഇനിയിപ്പോ എന്താണ് നമ്മൾ സംഗമം നടക്കുമ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പൊ ആരൊക്കെയാ വരിക എന്തൊക്കെയാന്നൊക്കെ അതിന്റെ ശേഷം നമുക്ക് പറയാൻ പക്ഷെ രാത്രി ഉറക്കൊഴിച്ചിട്ട് ഇവിടെ തന്നെ ആയിരുന്നു സിറ്റ് ഔട്ടില്. ഹൈസ്കൂളിലെ വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. പക്ഷെ അത് ഞാൻ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പങ്കെടുക്കാനും പറ്റില്ല. അപ്പൊ ഇനിയിപ്പോ എന്തായാലും പങ്കെടുക്കണം എന്നുണ്ട്. അതെ. ചെറുതായിട്ടല്ലേ നമ്മള് വലുതാവുക. ചെറിയ ക്ലാസ് കഴിയട്ടെ. പറയുമ്പോ വലിയ സ്കൂളിൽ ആദ്യം വെക്കണ്ടോന്ന് അറിയില്ല. അപ്പോഴാണ് പങ്കെടുക്കാം. അതെ. പിന്നെ എന്തോ ചോദിക്കണ ചോദിച്ചല്ലോ. മുത്തശ്ശി പഠിച്ച സ്കൂളിന്റെ പേരും സ്ഥലവും ഒക്കെ ഒന്ന് പറഞ്ഞോളൂ. സ്ഥലം വേങ്ങര എത്തണ്ട, കുറ്റാളൂരെ പറയും. അവിടെ ഒരു അമ്പലം, കുറ്റാലൂർ അമ്പലമുണ്ട്. അമ്പലം കഴിഞ്ഞ് കുറച്ച് കയറ്റം കഴിഞ്ഞാല് ആ സ്കൂളായി. ഞാൻ താമസിക്കുന്നത് ഒരു കരിമ്പിരി പറഞ്ഞ സ്ഥലത്തായിരുന്നു. മലപ്പുറം വേങ്ങര പോണ വഴി വേങ്ങര ടൗണിലേക്ക് എത്തണം. അതിന്റെ മുമ്പാണ് മുത്തശ്ശി താമസിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. തറവാട് അവിടെയായിരുന്നു. അപ്പൊ വിറ്റുമ്പോ വേറെ ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ശേഷം പ്രാവശ്യം അവിടെയൊക്കെ പോയിട്ടുണ്ട്. കണ്ടിട്ടില്ലേ? ഞാനൊക്കെ ചെറുതാ. അപ്പൊ ഞാൻ പോയതോ? ഞാൻ പോയിട്ടില്ല. അത് നമ്മള് സ്കൂളല്ലേ കണ്ടത്. വിറ്റ സ്ഥലാ പറഞ്ഞത്. അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലേ, അപ്പൊ നമുക്ക് അവിടെയും വേണമെങ്കിൽ പോവാം. അവിടെ എടുത്തിട്ടാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അവിടെയും പോവാം. പിന്നെ വേറെ ആരൊക്കെ അവിടെ പരിചരിച്ച പറ്റുന്ന സമയത്തിനനുസരിച്ച് നമുക്ക് എല്ലാവർക്കും കയറി പോരാം. എല്ലാവരും നമ്മളിതിന് പോകില്ലേ. അപ്പൊ എല്ലാവരും കാര്യങ്ങൾ പറയാ, വർത്താനം പറയാ, സന്തോഷം. വേറെ രസം കേൾക്കണം. ഇന്നലെ മുത്തശ്ശി ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചപ്പോൾ കിടില മുത്തശ്ശിയല്ലേ കൊറേ പേര് അതിൽ തന്നെ തിരിച്ചറിഞ്ഞ് കൊറേ അറിയാത്തവരും അന്ന് പഠിച്ചപ്പോഴുള്ള ആളുകളൊക്കെ ഇപ്പോഴും നല്ല സന്തോഷമായിട്ട് അവരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് മെസ്സേജ് ഒക്കെ നല്ല സന്തോഷമായിട്ടാണ് ഞങ്ങൾക്കും. ഇപ്പൊ കാണുമ്പോ മുത്തശ്ശിക്ക് സന്തോഷം കൊണ്ട് എന്താ പറയണ്ടെന്ന് അറിയണ്ടാവില്ല. അത്രയും സന്തോഷമാണ്. പഠിച്ച കുട്ടികളൊക്കെ കാണുമ്പോ അങ്ങനെ ഹൈസ്കൂളിൽ അങ്ങനെ പോകണ്ടായില്ലേ. പഴയ കാലത്തെ സ്നേഹം ഒരു പ്രത്യേക സ്നേഹം. അങ്ങനെ ഒരു ഗ്രൂപ്പും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഗ്രൂപ്പിലൊന്നും ഞാൻ ഇല്ല. പക്ഷെ പണ്ടത്തെ സൗഹൃദം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഭയങ്കര ഇതാവട്ടോ. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് എനിക്ക് ദിവസേന അഡിക്റ്റ് ആയ പോലെ എന്താ മെസ്സേജ് വന്നാലേ നമ്മളെ ആഡ് ചെയ്യുമ്പോ ഒക്കെ. ഇപ്പൊ അങ്ങനത്തെ ഒന്നും ഇല്ല. ഇപ്പൊ നമ്മളെ കാര്യമായി ഓരോ ഇതായി തിരക്കുകളും കാര്യങ്ങളൊക്കെ. അപ്പൊ സംഭവം ഇപ്പൊ ഇല്ല. എനിക്ക് ഉണ്ടായിരുന്നു ഇതുപോലെയൊക്കെ. അത് കുറച്ചു പേരെ ഉണ്ടാവും. ചിലവരുണ്ട് കൊറേ കാലം വരെ കൊണ്ടുപോകണവരെല്ലാരും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാന്നൊക്കെ ഉള്ളവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ പണ്ടത്തെ പോലെ ഒന്നും അങ്ങനെ ഇല്ല. എന്തായാലും നമുക്കിത് പാക്ക് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അതെ. പിന്നെ ഒരു പാട്ടൊക്കെ പാടാം. കുഞ്ഞാവയുടെ പണിയുണ്ടോ? എല്ലാം അവിടെ വന്നിട്ട് തൂക്കി നോക്കുക കുപ്പികള്. അംഗൻവാടി പോവാതിരിക്കണെന്ന്. ഇന്നേ നമ്മളിവിടെ ഒരു മാർക്കറ്റ് സിറ്റി എന്ന് പറഞ്ഞൊരു മോളുണ്ട്. ആ മോളില് 50% ഓഫറിൽ അവിൽ മിൽക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. ഐസ്ക്രീം ഒക്കെ 50% ഓഫറാണ്. അപ്പൊ അത് കഴിക്കാൻ പോവാൻ വേണ്ടി ഇതാ റെഡി ആയിട്ട് ഇരിക്കയാണ്. അതെ. കുഞ്ഞാവ് ആരെന്നെ കൊണ്ടുപോവുക? ആരെ കുഞ്ഞാവ് കൊണ്ടുപോവുക?
അമ്മുച്ചിറ്റ. പിന്നെയോ? അങ്ങനെ കൊറേ സമയം കൊടുക്കാൻ പാടില്ല. വേമേം പറയൂ. അമ്മുച്ചിറ്റ. പിന്നാരാ? നമ്മളാരൊക്കെ പോവുക പറയൂ. ആ മുത്തശ്ശി ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. മുത്തശ്ശി ഉണ്ടേ. മുത്തശ്ശി ഉണ്ടോ? ആ ഞാൻ വിളിച്ചിട്ടുണ്ടോ മുത്തശ്ശീനെ? ശരി, ഞാൻ വിചാരിച്ചാ മുത്തശ്ശി വേറെ എന്തോ തിരക്കുണ്ട് പറഞ്ഞു. അല്ല മുത്തശ്ശി ആ കമ്മൽ അവിടുന്ന് ഇട്ട് കഴിഞ്ഞിട്ട്. പിന്നെ ആ ആ പിന്നെ പിന്നെ ഒരാളില്ലേ? കുട്ടിയോടെ ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. 2 മുത്തശ്ശി ഉണ്ടോ? എന്താ അറിയോ, കുട്ടിയോടെ കാലില് വാവ് വേണം. അപ്പൊ അതുകൊണ്ട് ചിലപ്പോഴേ ഉണ്ടാവും അല്ലേ? അപ്പൊ നമുക്കിതൊക്കെ ഓരോന്നൊക്കെ ആക്കിയിട്ട് ആക്കാട്ടോ. ഇപ്പൊ എത്ര ഗ്രാം വെച്ചിട്ടാണ് നമുക്കിപ്പോ കൊടുക്കാൻ? ആ ഗോവയിലത്തെ ഒരു ചേച്ചിക്ക് അര കൊടുക്കാണ്ട്. പിന്നെ അല്ലാതെ അരയൊക്കെ പറഞ്ഞോരതൊക്കെ നമ്മൾ അയച്ചു. 1 കിലോന്റെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അയച്ചു. ഇനിയിപ്പോ 100 ഗ്രാമേ ബാക്കിയുള്ളൂ അയക്കാൻ. ആക്കണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഉണ്ട്. അതൊക്കെ പിന്നെ ഇനി കുറച്ചും കൂടി ഉണങ്ങി കിട്ടാണ്ട്. ശരിയാവണില്ല. അതിനിടയിൽ മഞ്ഞ് വരും, പിന്നെ ഇടയിൽ മഴ വന്നു. അതുകൊണ്ടൊക്കെയാണ് വിചാരിച്ച ഉണങ്ങി കിട്ടാണ്ട്. നമ്മളൊക്കെ പായലൊക്കെ വെച്ച് ഉണക്കിയിട്ട് നമ്മൾ പാക്കാൻ വേണ്ടിട്ട് നമ്മള് ബക്കറ്റിൽ ഇട്ടതാട്ടോ. അപ്പൊ അങ്ങനെ ഇനി ഓരോന്നാക്കട്ടെ. അപ്പൊ നമ്മളെ എണ്ണ എന്ന് പറഞ്ഞാ എണ്ണയുടെ 200 മില്ലിയുടെ ബോട്ടിൽ കഴിഞ്ഞിരുന്നു. 100ന്റെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു അറിയോ, പിന്നെ ഇപ്പൊ ഇന്നലെ മുത്തശ്ശി പോയി വന്നപ്പോ 200 മില്ലിയുടെ ബോട്ടിൽ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത് 2 കൂടെ 200 ആയില്ലോ. അപ്പൊ ചിലർക്കൊക്കെ ഇങ്ങനെയാണ് അയക്കണത്. അപ്പൊ ഞാൻ വിചാരിക്കാൻ ഇപ്രാവശ്യം ചേച്ചി ചെറിയ ബോട്ടിൽ അയച്ചാന്ന് തോന്നരുത്. ഇത് 2 കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 200 മില്ലി ആയി. അതുകൂടെ പറയട്ടെ. പിന്നെ ഞാനൊന്ന് എന്റെ എണ്ണ കഴിഞ്ഞു. അപ്പൊ കുറച്ചു ദിവസമായി ഇപ്പൊ എണ്ണ തേച്ചിട്ട് 3-4 ദിവസമായി. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇതിന്നൊരു എണ്ണ മോഷ്ടിച്ചിട്ടുണ്ട്. അമ്മേനോട് പറഞ്ഞിട്ടാ മോഷ്ടിച്ചത്. ചെറിയ കുപ്പിയാണ്. അപ്പൊ അമ്മ എടുത്ത് ചോദിച്ചു. ആ അല്ല അല്ലേ? ഓ ശരി തന്നെ. ആ അല്ല ഞാൻ അമ്മേനോട് പറഞ്ഞു. അതെങ്ങനെയാ അറിയാറ്? ഓ ശരി തന്നെ. ആ അതിൽ അമ്മ അറിയണേ ചെറിയ കുപ്പിയിൽ എടുക്കുള്ളൂ. അതെ. അതന്നെ ചിലവരെന്തായാലും ക്യാഷ് അയച്ചു കഴിഞ്ഞ ഒരു 1-2 ദിവസം കഴിയുമ്പോഴേക്കും അവര് ചോദിക്കാൻ തുടങ്ങും. അത് ശരിയാണ്. ഇപ്പൊ നമ്മളായാലും അങ്ങനെ ചെയ്യും. അതിൽ നമ്മളൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ കൃത്യം അവർക്ക് കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാല് പിന്നെ മോശമല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കേട്ടോ, അമ്മ ചെറുതെടുത്താൽ മതി, ബോട്ടിലെടുത്താൽ മതി. ഇന്നെല്ലാം പാക്ക് ചെയ്തോളൂ. അതിലൊക്കെ ആക്കട്ടെ കേട്ടോ. അതിലിട്ടോ. അപ്പൊ ആദ്യം ആ പ്ലേറ്റിന്റെ തൂക്കം എടുത്തോ? ആ അങ്ങനെ 100ന്റെ ഇല്ലേ കവറ്? കുഞ്ഞാവേ 100ന്റെ കവർ എടുത്തു കൊടുക്കൂ. എടുത്തു കൊടുക്കാം. എടുത്തു കൊടുക്കൂ. അതന്നെ അമ്മച്ചിട്ടാ. അല്ല മുളക് ആദ്യം ആക്കാം. ഇപ്പൊ നമ്മള് 1/2 കിലോ ആണ് കേട്ടോ. ഇത് പേപ്പർ ഒന്ന് മേലെ വിരിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ 415 ആയിട്ടുള്ളൂ. 1/2 കിലോ ആയിട്ടില്ല. 35 വേണം. പേപ്പർ അടക്കം വെച്ചിട്ട് 35. അപ്പൊ 535 വേണം. അപ്പൊ കുറച്ചുകൂടെ വേണം. മുളകാകുമ്പോ തീരെ കാണാൻ തോന്നില്ല. ഇതിൽ നോക്കുമ്പോ അല്ലോ ഇല്ലേ. മുത്തശ്ശി എപ്പോഴേക്കും അർജന്റായിട്ട് മുത്തശ്ശിയുടെ അനിയത്തിയും ഭർത്താവും വരുന്നുണ്ട് പറഞ്ഞു. കുഞ്ഞു മുത്തശ്ശിയും നാരനേട്ടനും. അപ്പൊ അതിന് പോയതാണ് അങ്ങോട്ട്. ചിലപ്പോ ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. 450 ആയിട്ടില്ല. കവറിൽ കൊള്ളില്ലേ അമ്മോ? സംശയാണോ? 1/2 കിലോ പറഞ്ഞ അത്യാവശ്യം ഉണ്ട്. 515. $540. യെസ് കറക്റ്റ്. അങ്ങനെ നമ്മളെ ഗോവയത്തെ ചേച്ചിക്കുള്ളത് റെഡിയായി. ഇത് ഗോവയിലേക്ക് പോണ മുളകാട്ടോ. അതെ. നമ്മള് സാമ്പാർ പൊടിയും കൂടെ ഉണ്ട് അതെ ചെയ്യാൻ.
അപ്പൊ അതും കൂടെ ആക്കിയിട്ട് ഇത് നൈസ് പൊടിയാ അല്ല? നൈസല്ല നൈസ് ഇപ്പൊ നമ്മള് അങ്ങനെ ഉണ്ടാക്കാറില്ലല്ലോ. ഉം. ഇത് അരയ്ക്കാൻ പറ്റിയ ടൈപ്പ്. ഇപ്പൊ അത് കായ മുത്തശ്ശി വറുത്ത് പൊടിച്ചതും കൂടെ ഉണ്ട്. അതും കൂടെ ഇതിലിട്ടിട്ട് ഇളക്കിയിട്ടാണ് നമ്മള് പാക്ക് ചെയ്യാ. കുഞ്ഞാക്ക് ഹോർലിക്സ് വേണത്ര. നല്ല ഇളക്കി കൊടുക്കാട്ടോ. വലിയ പോണില്ലേ? നമ്മളതൊക്കെ പാക്കൊക്കെ ആക്കിട്ടോ. ഇതാ നമ്മളിത് എല്ലാതും പാക്കാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. റെഡിയാക്കി. ഇനി ഇതും കൂടെ പാക്കാക്കിയാല് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി ബാക്കി നാളെ ഉണ്ട് കേട്ടോ അതെ. അയക്കാനൊക്കെ. വലിയ ടാറ്റ പോവില്ലാന്ന് പറഞ്ഞു കുഞ്ഞാവ് പറയാ. കുഞ്ഞാവുണ്ടോ? ആ കുഞ്ഞാവുണ്ട്. ഞാനുണ്ട്. വലിയ ചെറിയ. അപ്പൊ എന്നാ എല്ലാവർക്കും ബൈ കൊടുത്താലോ? അപ്പൊ ഇന്നത്തെ വീഡിയോ അതാ മുത്തശ്ശി അവിടെ പോയി നിൽക്കണം. ഇന്നത്തെ വീഡിയോ ഒക്കെ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം അല്ലേ നമ്മള്. അതെ അതെ. അപ്പൊ ബൈ ബൈ കുഞ്ഞാവേ ബൈ. ബൈ.